നീ എന്താന്ന് ലീവ് എടുക്കാന്ന് വിചാരിച്ചേ? മൺസൂൺ സ്റ്റാർട്ടായില്ലേ, ഓഫീസിൽ വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. മാത്രമല്ല എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ മാത്രമല്ല എന്നെ ലീവ് ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് തീർക്കണം. പിന്നെ കുറേ നാളായി ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നിട്ട് കാലത്തൊരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് മറ്റുള്ളവർ ജോലിക്ക് പോകുന്ന കാണാൻ നല്ല രസമല്ലേ? ശരിയാ, നല്ല മഴക്കോളുണ്ട്. ഞാനൊന്ന് ലീവ് എടുത്താലോ നല്ലയിക്കാം. മഴയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാ. ദേ സാമോനെ, നീ ആ ഡിയാജിന്റെ കൂടെ ചേർന്ന് ദിവസം തോറും വഷളായിട്ട് വരിക. മര്യാദക്ക് ജോലിക്ക് വന്ന് നോക്ക്. ഞാൻ പോവില്ല. പോടാ. പോവില്ലടാ. എന്നാ ശരി, നമുക്ക് നമ്മുടെ ട്രിപ്പിന്റെ കാര്യം പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യത്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഹലോ മിസ്റ്റർ രമേശ്. യെസ് മിസ്റ്റർ സുമേഷ്. നിങ്ങളിതാ അവളെ കണ്ടോ? ഇതായിരിക്കുന്ന അവള് എൻ്റെ പൊന്നളിയാ. അവൾ എപ്പോഴും ഇതേപോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ കാര്യം എന്നറിയോ? അതൊടുക്കത്തെ ചൂടല്ലേ അളിയ? ഈ മഴയത്താണല്ലോ ചൂട്. എടാ അതൊന്നും നല്ല കാര്യം. ഇനിയിപ്പോൾ എന്തായാലും നീയായിട്ട് പറഞ്ഞത് മാറ്റണ്ട. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? എടാ ഇത് മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കാണിക്കാനോ? ജമ്മു എന്തൊരു തള്ളാടത്. എടാ തള്ളിയതല്ലാന്ന്. എൻ്റെ പടം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. അളിയോ, ഞാൻ എപ്പോൾ വന്നാലും ശരി ഇവൾ ഇതേപോലെ എന്തെങ്കിലും കിട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി. ഒന്ന് പോടാ വരെ. പിന്നെ ആൾക്ക് വേറെ പണിയില്ലേ? എടാ നിനക്ക് ഇവിടുത്തെ സെറ്റപ്പ് അറിയാൻ പാടില്ല. എൻ്റെ പൊന്നളിയാ, ഇവിടെ ഇവിടെ മാത്രമല്ല പെണ്ണെന്ന് വേറൊരുത്തും കൂടി ഉണ്ട്. ആണെന്ന് മാത്രമല്ല 3 ആമ്പിള്ളേരും. അതായത് 2 പെണ്ണുങ്ങളും 3 ആമ്പിള്ളേരും. മനസ്സിലായ? ഓ, റെസ്റ്റ് ഇൻ പീസ്. ഈ സമയത്തൊക്കെ മൂന്നാറ് പോയാലേ അട്ട കടിക്കും. അട്ട എനിക്ക് ഭയങ്കര പേടിയാ. കൊള്ളല്ലേ? അട്ട കടിച്ച് ചോര ഊറ്റിയെടുക്കും. അയ്യോ, വേറെ 2 കുരങ്ങന്മാരും ഉണ്ടല്ലോ. എന്താ വേനു? ഒന്നും പറയണ്ട, അപ്പുറത്തെ വീട്ടിൽ 2 കോന്തന്മാരാണ്. മനുഷ്യൻ്റെ ഒരു നോട്ടവും ഭാവവും. മനുഷ്യന് പുറത്ത് സമാധാനമായിട്ട് വന്നിരിക്കാൻ പോലും പറ്റില്ല. നീ അതേ നോക്കും, ഇത് ഞാൻ നോക്കിക്കോളാം. പണി മേടിക്കാൻ എന്താടാ? പോടാ. ഓക്കെ. മൊണ്ണേടാ. ചേട്ടാ, ചേട്ടാ, എല്ലാം വെള്ളത്തിലാവും. മനസ്സിലായി കാണും. ഇവന്റെ ഇടി കൊണ്ട് ഞാൻ ചത്ത. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാനാ സുധിക്കുട്ടൻ. എന്താ? ഞാനേ ചേട്ടനെ കാണാൻ വന്ന ഒരു കാര്യം പറയാനുണ്ട്. അല്ല, ചേട്ടൻ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയേ? ഞാൻ നിന്നെ കണ്ട പൊടിയല്ല. ഞാൻ അവിടെ അടുക്കളയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചപ്പോഴാണ് കടുക് തീർന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ കടുക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. നീ പെട്ടെന്ന് കാര്യം പറഞ്ഞ് കടുക് പൊട്ടിക്കാനാണ്. നമുക്ക് അവിടെ പോയി ഇരുന്നാലോ? അത്യാവശ്യമാണോ? കുറച്ച് അത്യാവശ്യം ചേട്ടാ. എന്നാ വാ, നമുക്ക് ആ ബെഞ്ചിലിരുന്ന് സംസാരിക്കാം. അപ്പൊ കടുകോ? കടുക് ഞാൻ പിന്നെ സൗകര്യം പോലെ പൊട്ടിച്ചോളാം. കടുക് ക്യാൻ വെയിറ്റ്. ആ, നീ വാ. പൊടി തട്ടുന്ന ചേട്ടാ, ചേട്ടൻ വലിവനാണ്, വലിവൻ. ഒന്ന് വിട്ടത്. നീ ഇതെന്നോട് ഒരു തവണ പറഞ്ഞല്ലേ ഇങ്ങനെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യണമെന്നില്ല. കാര്യം പറ. കാര്യം പറയുന്നതിന് മുമ്പ് ചേട്ടൻ എന്നെ കൈവിടില്ലെന്ന് സത്യം ചെയ്തു തരണം. എടാ സുധിക്കുട്ട, എനിക്ക് സത്യമൊക്കെ പ്രാക്ടീസ് കുറവാണ്. എന്നെ കൈവിടില്ലെന്ന് സത്യം ചെയ്തു തരണം. സത്യം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം DIG ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. എന്നാ കുഴപ്പമില്ല. വാക്ക് മാത്രമായിരിക്കോ അതോ സഹായിക്കോ? നീ കാര്യം പറ. ചേട്ടാ, എനിക്കൊരു ചെറിയ പണി കിട്ടി. വാ, നല്ല സാലറിയാണ്. പാക്കേജൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ, അതല്ല, അതൊരു വലിയ കഥയാ. വലിയ കഥയാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പറയാം. എനിക്ക് പോയി കടുക് പൊട്ടിക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാ ചുരുക്കി പറയാം ചേട്ടാ. പറ. കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടി. പാലാരിവട്ടത്തുള്ള ഒരു വീട്ടിലെ കാർ നോക്കി ഇരുട്ടടി കൊടുക്കാൻ. ഓക്കെ. അഡ്വാൻസ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളൊരു കുപ്പി മേടിച്ചടിച്ചു. വെള്ളമടിച്ച് ഞങ്ങളിങ്ങനെ ഓട്ടോ പിടിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള ജിമ്മനില്ലേ, എൻ്റെ അസിസ്റ്റന്റ്, അവൻ പറയുക ഊബർ പിടിച്ചു പോവാ, ലാഭമാണ്. ഊബർ ഉണ്ടല്ലോ. വണ്ടി ഞങ്ങളെ കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഡ്രോപ്പ് ചെയ്തു. വീട്ടു നമ്പർ കറക്റ്റ്, വാതിൽ തുറന്ന ഒരു കാർന്നോരാ, പേരും കറക്റ്റ്. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, കയറടിച്ച് നിന്ന് നിപ്പ് ഇടിയും കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ദോഷം
പാലാരിവട്ടത്ത് കൊടുക്കേണ്ട അടി ഞങ്ങൾ പാടിവട്ടത്തുള്ളൊരു കാരണവർക്കാണ് കൊടുത്തത്. അങ്ങേർക്കാണെങ്കിൽ 10-12 മക്കള്. ആമാര് വന്നിട്ട് എൻ്റെ ശിഷ്യന്മാരെ പൊറോട്ട അടിക്കണ പോലെ അടിക്കും. മുള്ളാൻ പോയോണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഇതിലിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കണവരെ എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം. ഇതിലോട്ട് കയറിക്കോ. എടാ ഒളിപ്പിച്ച് വെക്കാൻ നീ വല്ല കുന്നിക്കൂരോ മയിൽപ്പീലിയോ വല്ല ആണോ? ചേട്ടൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചാൽ മതി. എനിക്കെന്നെ അവിടെ ഒളിക്കാൻ സ്ഥലമില്ല. പിന്നെ നിൻ്റെ ഈ ഓമന മുഖം ഞാൻ എന്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അന്ന് എൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ കണ്ട അവിനാശില്ലേ, അവന് നിന്നെ അറിയാലോ. അവനോട് മാത്രം സത്യം പറഞ്ഞാൽ പോരെ? അല്ല, നമ്മൾ ഫ്രണ്ട്സായെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഞാൻ വലിയവനാണെന്നല്ലേ അറിയാം. പെണ്ണും ചെറുക്കനും ഇതിലൂടെ നടന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോ മുകളിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാകും. എന്ത്? അല്ല, ഈ പൂ എറിയൊന്ന്. അല്ല, ആരതിന്റെ മേളിൽ കയറി പോറിയാൻ? ആ, അതിനു വേണ്ടി നമുക്ക് 4 ബംഗാളികളെ മുകളിലത്തെ 4 കോണറിൽ നിർത്താം. എങ്ങനെയുണ്ട്? ചേട്ടാ, എന്നിട്ട് വേണം അതൊക്കെ കൂടി പൊളിഞ്ഞ് നമ്മുടെ തല തന്നെ വീഴാനായിട്ട്. അവിടെ മറ്റേ ലൈറ്റ് സ്റ്റാൻഡും കേബിളൊക്കെ ഉണ്ട്, അത് നടക്കത്തില്ല. ഓ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ 4 പേരെ. യെസ്. എന്റെ പൊന്നെ വിനോദേട്ടാ, നിങ്ങളൊന്ന് നിർത്തിയ. നിങ്ങൾ എന്തീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തേ പേപ്പർ മൊത്തം വരച്ചു വെച്ചിരിക്കുന്നത്? എടാ, നീ കത്തി സിനിമ കണ്ടിട്ടില്ലേ? വിജയ് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് അടിക്കൂടെ സ്കെച്ച്. നിങ്ങളോടൊരു കല്യാണത്തിന്റെ കോൺസെപ്റ്റ് അല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ മറ്റേ പാകിസ്ഥാനിൽ പോയി ബോംബിടാനെന്ന് പറഞ്ഞാ ഇത് എന്ത്? ഇത് ഇടോടാ ഇടും, ഞാൻ ബോംബിടും. മനുഷ്യൻ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കല്യാണം, അതും ഹൈ ബജറ്റ്. ഇതിന് ബോംബല്ല, പാറ്റൻ ടാങ്ക് വരെ ഞാൻ ഇറക്കും. നിങ്ങൾക്ക് വട്ടായിട്ടാ വിനോദേട്ടാ? എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണിച്ചു. എടാ, ഞാൻ രാവിലെ കാണിച്ചിട്ടാ വരുന്നത്. എന്ത് വട്ടിന്? അല്ലടാ, ജലദോഷത്തിന്. ഓ, ചെറുക്കൻ്റെ കൊച്ചാപ്പനാ വിളിക്കുന്നത്. അങ്ങേരെ ഈ വർക്ക് തന്നത്. സ്വന്തം വീട്ടിലെ വർക്കിന് കമ്മീഷൻ അടിക്കുന്ന തെണ്ടി. ഇവന്റെ ഫോൺ ഞാൻ എടുക്കത്തില്ല. എടുത്തേക്ക്, എടുക്ക്. ഹലോ സർ, സുഖമാണോ സർ? ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതെ അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷം സർ? എല്ലാം റെഡിയായി. ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം സർ? ചെറുക്കനും വീടും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. രണ്ടുപേരും ഉടക്കിയിരിക്കുക. ചിലപ്പോൾ കല്യാണം ചെറുതായിട്ടൊന്ന് മുടങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയല്ലേ സാർ. ഞാനിവിടെ ഒരുപാട് പേർക്കൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് നിൽക്കുക. സാർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറഞ്ഞാൽ ചെറുക്കനും വീടും തമ്മിൽ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാനാ? അങ്ങനെയല്ല അത്. ഹലോ സാർ, ഞാൻ ഹലോ ഹലോ. എന്ത് പറ്റി? എന്താണ് പറ്റിയെന്ന് പറ. പുഷ്പവൃഷ്ടിയും ബോംബും ഒക്കെ പോയടേ. എല്ലാം പോയാ? എന്താണ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്, പക്ഷെ ഒരു സംശയമുണ്ട്. തത്തയെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ മുഴുവൻ പഠിപ്പിച്ചല്ലേ. എന്താണ് ഇനി സംശയം? അതല്ല, എന്നെ കണ്ട ഒരു സിനിമാ സംവിധായകന്റെ ലുക്ക് ഉണ്ടോ? എടാ, നിന്നെക്കാൾ ഓഞ്ഞ ലുക്കുള്ള സംവിധായകർ ഇപ്പൊ ഉണ്ട്. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം. അണ്ടർസ്റ്റാൻഡ്? പിന്നെ പരമാവധി മിണ്ടാണ്ടിരിക്കുക. അതിനകത്ത് ഐസക് ന്യൂട്ടനെ പോലെ ഒരുത്തൻ നടക്കുന്നതാണ്. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. അവന്റെ മുന്നിൽ പ്രത്യേകിച്ച് മിണ്ടരുത്. മാക്സിമം ജാടയിട്ടോ. ഓക്കെ, അവി വരാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ തന്നെ, നീ സംവിധായകനല്ലേ, കുറച്ചും കൂടെ വെയിറ്റിൽ നടക്കും. വാ, എല്ലാം സെറ്റാണ്. വാ, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് വാ. ഞാൻ പേടിച്ചോയി. ഒന്ന് കോളിംഗ് ബെൽ അടിച്ചൂടെ? മീനു, നീ അങ്ങോട്ടേക്കും പോകണം. ആ, ഞാൻ ഷോപ്പിങ്ങിന് പോവാ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. ഊബറിലൊന്നും വിശ്വസിച്ച് പോകരുത് ചേച്ചി. ആ, എന്താ? അതൊന്നുമില്ല, നീ പോയിട്ടോ. ഇതാരത്? ഇത് ഞാൻ പറയാൻ പറഞ്ഞു. ഇത് സുധി, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഫിലിം ഡയറക്ടറാണ്. ആ, ഇങ്ങനെ ഒരാളിനെ കുറിച്ച് നീ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ല. സാം, വീട്ടിലൊരാൾ വരുമ്പോ ഇങ്ങനെയാണ് പറയാ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്നല്ലേ ചോദിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണം, ഞാൻ കൊടുത്തോളാം. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. ചേട്ടാ ഇരിക്കട്ടോ, ഞാൻ പോയിട്ട് വരാ. എനിക്കൊരു സംശയം, എന്തോ ഒരു ഉടായി പോലെ. നീ പോയത്തേക്ക്. സുധി, ഡയറക്ടർ സുധി, വാ. ചേട്ടൻ്റെ ആദ്യത്തെ പടത്തിന്റെ പേരെന്താ? ടൈറ്റാനിക്.